രണ്ട് കന്യാസ്ത്രീകൾ 3 ദിവസമായി അകാരണമായി ബി.ജെ.പി. സർക്കാർ കടുത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലിട്ടിരിക്കുന്നു. ജാമ്യം നിഷേധിച്ചു. ഇടത് എംപിമാർ CPM നേതാവ് വൃന്ദ കാരാട്ടിനൊപ്പം ജയിലിനു മുന്നിൽ പോലീസ് തടഞ്ഞു. അവരെ കണ്ടിട്ടേ മടങ്ങൂ എന്ന് ജോസ് കെ മാണി അടക്കമുള്ള എംപിമാർ. നാളെയും ശ്രമം തുടരും. മന്ത്രി ശിവൻകുട്ടി ധാർമ്മിക രോക്ഷം കൊണ്ടും വിഷമം കൊണ്ടും പറഞ്ഞത് തന്നെയാണ് കേരളീയ സമൂഹത്തിന് സഭാ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. മനോരമയ്ക്ക് അതങ്ങ് സുഖിച്ചില്ല. എന്നിരുന്നാലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പറയാനുള്ളത് പറഞ്ഞു. നന്നായി. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ മുസ്ലിം വേട്ടയ്ക്കെതിരെ മനുഷ്യ മനസാക്ഷി ഉയരട്ടെ. സംസ്ഥാന BJP അധ്യക്ഷൻ അല്പം മുമ്പ് ബജ്രംഗികളെ ന്യായീകരിച്ചും അവിടെ മതപരിവർത്തന നിയമമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയും രംഗത്ത് വന്നിരുന്നു. പെന്തക്കോസ്ത് ക്രിസ്തീയ വിശ്വാസികളാണ് അവിടെ മതപരിവർത്തനം നടത്തുന്നതെന്നും രാജീവ് ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി. ചരിത്രവും സത്യവും മൂടിവെച്ച് കോൺഗ്രസ് ഇപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുകയാണ്. മനോരമ അത് കോരിയെടുത്ത് സത്യക്രിസ്ത്യാനികൾക്ക് വീഞ്ഞായി നൽകുന്നു. നിങ്ങൾ ഇനിയെങ്കിലും RSSനെയും മനോരമയെയും തിരിച്ചറിയണം. ഛത്തീസ്ഗഡിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണ് കോൺഗ്രസ്. കേരളത്തിൽ പ്രസ്താവന നടത്താൻ കാണിക്കുന്ന ആവേശം എന്തുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത്? കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇതുതന്നെയായിരുന്നു ക്രൈസ്തവരുടെ ദുരവസ്ഥ. വിശ്വാസവും പ്രമാണങ്ങളും സഭയുടെ സ്വത്തുവകകൾ സംരക്ഷിക്കാനും ജീവിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ തെരുവിലാണെങ്കിൽ തെരുവിലിറങ്ങണം, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്ന കാലം വിദൂരമല്ല. കേരളം വിട്ടാൽ ഭയവും വേദനയും നിറഞ്ഞ അവസ്ഥയിലാണ് യാത്ര പോലും. ഈ സത്യം അനുഭവത്തിൽ അറിഞ്ഞിരിക്കുന്നു ഓരോ മനുഷ്യരും. പണ്ട് കേരളത്തിൽ നിലനിന്ന പോലെ പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും അക്ഷരം പഠിച്ച് അറിവ് നേടാനും തൊഴിലെടുത്ത് കൂലി ചോദിക്കാനും അവകാശമില്ല. അടിമ സമാനം കഴിയണമെന്ന ഭൂപ്രഭുക്കളുടെ ഹിതമാണ് ബജ്രംഗ് ദൾ പരിവാരം നടപ്പാക്കുന്നത്. ഇവരിൽ ഏതൊക്കെ രാഷ്ട്രീയക്കാരുണ്ടെന്നത് CBCI ക്രൈസ്തവരോടെങ്കിലും പറയണം. 2023 ഛത്തീസ്ഗഡിൽ BJP അധികാരത്തിൽ വരുന്നത്. അതുവരെ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ. ഇപ്പോൾ ക്രൈസ്തവ വേട്ടയ്ക്ക് ഭരണകൂടത്തിന്റെ ഒത്താശ മറയില്ലാതെ ലഭിക്കുന്നു. കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഉണ്ടായ ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ കഴിയാതിരുന്നതിന്റെ ഒരു കാരണം ആ ഭൂപ്രഭുക്കളുടെ കങ്കാണിമാർക്കിടയിൽ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു. 2022 കോൺഗ്രസ് ഭരിക്കുമ്പോൾ ക്രിസ്തുമസ് ആഘോഷവേളയിൽ ആയിരക്കണക്കിന് ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായി. 100 കണക്കിന് ആളുകൾ സ്വന്തം ഗ്രാമങ്ങളിൽ നിന്നും പലായനം ചെയ്ത് വനങ്ങളിൽ അഭയം തേടിയാണ് ജീവൻ രക്ഷിച്ചത്. കുറേയേറെ പേർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രികളിലുമായി. എന്നിട്ടും കേരളത്തിൽ സുരേഷ് ഗോപിയെയും കോൺഗ്രസുകാരനെയും ചെയ്യിപ്പിക്കാൻ സഭ ആത്മഹത്യാ നിലപാട് സ്വീകരിച്ചു. ഇനിയെങ്കിലും അപകടം തിരിച്ചറിയണം KCBC. അവർക്ക് മതനിരപേക്ഷ മൂല്യങ്ങളല്ല, ഉത്തരേന്ത്യയിലെ ഭൂരിപക്ഷ വോട്ടാണ് പ്രധാനം. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയെന്നാണ് വിശ്വാസം. ഭക്ഷണം കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കാനുള്ള മനസ്സുണ്ടാവണം. നിന്ദിതരും പീഡിതരോടുമൊപ്പമാണ് ദൈവം. വിശപ്പ് സഹിക്കവയ്യാതെ തേങ്ങിക്കരയുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ദൈവം. ക്രിസ്ത്യാനിയെ ശത്രുവായി പ്രഖ്യാപിച്ച RSSുമായി സന്ധി ചെയ്യുന്നവരോടും അപരമത ശത്രുതയുണ്ടാക്കുന്ന മത തീവ്രവാദികളെ സൃഷ്ടിച്ചവരോടും ഇപ്പോൾ ആ ദൈവം കണക്കു പറയുകയാണോ എന്ന് ചോദിച്ചു പോകുന്ന വിശ്വാസി സമൂഹമുണ്ടിവിടെ. അത് പക്ഷെ ഏറ്റവും സഹനതയോടെ അവശതി അനുഭവിക്കുന്നവരെ ശുശ്രൂഷിക്കുന്ന കന്യാസ്ത്രീകളെ ജയിലിലാക്കി എന്നത് ഏറെ വേദനാജനകമാണ്. പാവപ്പെട്ട ആദിവാസി സമൂഹത്തെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ചു എന്ന കാരണത്താലാണ് ഈശോ സഭ മിഷണറിയായ ഫാദർ സ്റ്റാൻ സ്വാമിയെ BJP ഭരണകൂടം തീവ്രവാദ ചാപ്പകുത്തി ജയിലിൽ അടച്ചത്. സഹപ്രവർത്തകനായ വന്ധ്യവയോധികന്റെ മരണത്തിൽ ഒന്ന് കരയാനോ പ്രാർത്ഥിക്കാനോ നമുക്ക് കഴിഞ്ഞു. പാർക്കിൻസൺ രോഗബാധിതനുമായ ഫാദർ സ്റ്റാൻ സ്വാമിക്ക് മനുഷ്യനെന്ന പരിഗണന പോലും നൽകാതെ കൊന്നു കളഞ്ഞു. ദൈവം പാവങ്ങൾക്കൊപ്പമാണെന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് വെള്ളം പോലും നൽകാതെ കൊന്നത്. ജാർഖണ്ഡിൽ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ തീവ്രവാദ ബന്ധം ആരോപിച്ച് തുറങ്കലിൽ അടച്ചവരിൽ 95% പേരും നിരപരാധികളാണെന്ന് ഫാദർ തെളിയിച്ചു. അവരിൽ ബഹുഭൂരിപക്ഷത്തെയും കോടതി വിട്ടയച്ചു. ഇതും ഫാദറിനെ കൊടുക്കാൻ കാരണമായി. എന്നിട്ടും തൃശൂരിൽ BJP അനുകൂല നിലപാട് സ്വീകരിച്ചു. സഭാപിതാക്കന്മാരെ, ഇതൊക്കെ ആരും മറന്നാലും ദൈവം ഒരിക്കലും പൊറുക്കുകയില്ല. ഇപ്പോഴിതാ 2 നിസ്വാർത്ഥരായ പാവം മലയാളി കന്യാസ്ത്രീകളെ അവർ വളഞ്ഞു പിടിച്ച് ജയിലിലാക്കിയിരിക്കുന്നു. ഇന്നലകളിലെ ചതി മനസ്സിലാക്കി പ്രതിഷേധിച്ചേ മതിയാകും.
നമ്മുടെ രാജ്യത്ത് ക്രിസ്തീയ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ശിരോവസ്ത്രം ധരിച്ച് ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യാനും ജീവിക്കാനും വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരം ആരാധന നടത്താനും കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് കഴിയുന്നതെന്ന് കന്യാസ്ത്രീകളും വൈദികരും പറഞ്ഞു തുടങ്ങി. ബൈബിൾ കയ്യിൽ കണ്ടാൽ അടിയുറപ്പ്. ഈ രാജ്യം ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ടും ഈ അവസ്ഥയാണെന്ന് ക്രൈസ്തവ നേതൃത്വം മനസ്സിലാക്കണം. കേരളത്തിന്റെ മഹത്വം മനോരമ പറയുന്നതിനപ്പുറം നിങ്ങൾ അറിയണം. രാജ്യത്ത് എന്തുകൊണ്ട് ഇവിടെ മാത്രം മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു? അതിനൊത്ത ഉത്തരമേയുള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ബലവും തമിഴ്നാട്ടിലെ DMK ബലവും അവർ നേതൃത്വം നൽകുന്ന സർക്കാരുകളും മതന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ശക്തമായ പിന്തുണയുമാണ്. ഇതാരും മറക്കരുത്. രാജ്യത്ത് 10 കൊല്ലമായി നടക്കുന്ന അക്രമ പരമ്പരകളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ 2 മലയാളി കന്യാസ്ത്രീകളെ ജയിലിലാക്കിയത്. വരാനിരിക്കുന്ന പീഡനകാലത്തിന്റെ സൂചനയാണ് ഇതൊക്കെയെന്ന് സഭാ നേതൃത്വം തിരിച്ചറിയണം. നിങ്ങൾ തന്നെ വിരിച്ച പരവതാനിയിലൂടെ ഹിംസാത്മകമായി തട്ടഹസിച്ചു വന്ന് പള്ളിപ്പറമ്പിൽ നിന്നും വിഗ്രഹം കണ്ടെത്തി പള്ളികളുടെ അടിവാരം തോണ്ടാൻ അവർ വരും. നിലക്കല്ലിൽ കലാപത്തിന് ശ്രമിച്ചപ്പോൾ ഒപ്പം നിന്ന് സംരക്ഷിച്ചവരെ നിങ്ങൾ വിസ്മരിച്ചു. പൊളിച്ചു തുടങ്ങിയാൽ മുസ്ലിം മോസ്കുകൾ മാത്രമല്ല ക്രിസ്ത്യൻ പള്ളികളും അവർ പൊളിക്കും. അവരുടെ പ്രഖ്യാപിത ശത്രുക്കളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. അവരുടെ ലക്ഷ്യം ബ്രാഹ്മണാധിപത്യ ഹിന്ദു രാഷ്ട്രമാണ്. അതിനവർ അപരമത സഹോദരങ്ങളിൽ വെറുപ്പ് പ്രചരിപ്പിക്കും. ക്രിസ്ത്യാനികളെ അവർ ആലിംഗനം ചെയ്തപ്പോൾ അത് ധൃതരാഷ്ട്രാലിംഗനമാണെന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. പക്ഷെ വിശ്വസിച്ചില്ല. വൈകിയാണെങ്കിലും തിരിച്ചറിവുണ്ടായത് നന്നായി. നിങ്ങൾ വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കിയല്ല ഛത്തീസ്ഗഡിലേക്ക് ഇടതുപക്ഷം ഓടിയെത്തിയത്. അദൃശ്യമായ കരുത്താണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം.